പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് 25 ഡിവിഷനുകളിൽ കോൺഗ്രസും 6 ഡിവിഷനുകളിൽ ലീഗും മത്സരിക്കും. UDF സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു. കോൺഗ്രസ് ശനിയാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. UDFിലെ മറ്റു ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. ഇവർക്ക് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റ് നൽകുമെന്നാണ് ധാരണ. ഇത്തവണ നല്ല അന്തരീക്ഷമാണെന്ന ധാരണയിലാണ് കോൺഗ്രസ് ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുത്തത്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ ഇവയാണ്: ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, കാഞ്ഞിരപ്പുഴ, അട്ടപ്പാടി, കോങ്ങാട്, പുതുപ്പെരിയാരം, മലമ്പുഴ, പുതുശ്ശേരി, കോഴിപ്പാറ, മീനാക്ഷിപുരം, പൊൽപ്പുള്ളി, കൊടുവായൂർ, കൊല്ലങ്കോട്, നെന്മാറ, പല്ലശ്ശന, കിഴക്കഞ്ചേരി, തരൂർ, ആലത്തൂർ, കുഴൽമന്നം, കോട്ടായി, വാണിയംകുളം, തൃത്താല, കബൂർ, തിരുവേഗപ്പുറ, വിളിയൂർ എന്നീ ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഇത്തവണ ലീഗിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ചു നൽകി. തെങ്കര, അലനല്ലൂർ, അമ്പലപ്പാറ, മുതുതല, ചളവറ, പറളി ഡിവിഷനുകളിലാണ് ലീഗ് മത്സരിക്കുക എന്ന് UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലവും കൺവീനർ P. ബാലഗോപാലും പറഞ്ഞു. കഴിഞ്ഞ തവണ കിഴക്കഞ്ചേരിയിൽ കേരള കോൺഗ്രസും പുതുപ്പെരിയാരത്ത് CMP മത്സരിച്ചിരുന്നു. ഇത്തവണ ഇവിടെ കോൺഗ്രസാണ് മത്സരിക്കുക. ജനതാദൾ മത്സരിച്ച പലശ്ശനിയിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇത്തവണ പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേർ ചേർക്കുന്നതിലുൾപ്പെടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം നടത്താൻ ജില്ലയിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ UDFന് അനുകൂലമായി വിധിയെഴുതുക തന്നെ ചെയ്യുമെന്ന് UDF നേതാക്കൾ അവകാശപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ തകർച്ചയും വിലക്കയറ്റവും നെൽകർഷകരോടുള്ള സമീപനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടത് സർക്കാരിനെതിരായ ജനവിരുദ്ധതയിലൂടെ ജില്ലയിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് ജില്ലാ UDF കോർഡിനേഷൻ കമ്മിറ്റി വിലയിരുത്തി. ജില്ലാ പഞ്ചായത്തിലേതുൾപ്പെടെയുള്ള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെയും ജില്ലയിലെ 7 നഗരസഭകളിലെയും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.